യഹൂദർ ഭൂരിപക്ഷമുള്ള മിഡിൽ ഈസ്റ്റിലെ ഏക ജൂതരാഷ്ട്രമായ ഇസ്രായേലിൽ മതസ്വാതന്ത്ര്യമുണ്ടോ? മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണോ ഇസ്രായേൽ? യഹൂദന്മാർ മതഭ്രാന്തന്മാരാണോ? പരിശോധിക്കാം വിഷൻ ആൻഡ് മിഷന്റെ ഈ എപ്പിസോഡിലൂടെ. എല്ലാവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ എന്നല്ല, ലോകത്തിലെ ഏക ജൂതരാഷ്ട്രമായ ഇസ്രായേൽ മതസ്വാതന്ത്ര്യമുള്ള നാടാണോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിലെ ജനസംഖ്യയെക്കുറിച്ചും ഏതെല്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇസ്രായേലിൽ ജീവിക്കുന്നതെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. 2023-24 കണക്കുകൾ പ്രകാരം ഇസ്രായേലിലെ യഹൂദരുടെ ജനസംഖ്യ 74,27,000, അതായത് 73.2%. ഇസ്രായേലിൽ താമസിക്കുന്ന യഹൂദരുടെ കണക്ക് ഇങ്ങനെ പോകുന്നു. 21.1%, അതായത് 20,89,000 അറബ് മുസ്ലിംസ് ആണ് ഇസ്രായേലിൽ താമസിക്കുന്നത്. യഹൂദർ കഴിഞ്ഞാൽ വരുന്ന വലിയ ജനസമൂഹമാണ് ഇസ്രായേലിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. അതിനുശേഷം വരുന്നത് 5.7% ആളുകൾ എന്ന് പറയുന്നത് ക്രൈസ്തവർ, ബഹായികൾ, സമരിയാക്കാർ, കാരേറ്റ് ജൂതന്മാർ എന്ന വിഭാഗം, സെവന്ത് ഡേ വിശ്വാസികൾ, മെസ്സിയാനിക് യഹൂദർ, അതായത് യേശുവിനെ വിശ്വസിക്കുന്ന യഹൂദരുടെ കൂട്ടമാണിത്. ഇവരെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെസ്സിയാനിക് ജൂതന്മാർക്ക് ശേഷം യഹോവ സാക്ഷികൾ എന്ന ആ വിഭാഗം. പിന്നീടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്ന്, അതായത് ഇന്നത്തെ റഷ്യയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. ഇങ്ങനെയാണ് ഇസ്രായേലിലെ ജനസംഖ്യ തിരിച്ചു പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലോക ജനസംഖ്യയുടെ 15.2 ദശലക്ഷം ജൂതന്മാരിൽ 47% യഹൂദർ താമസിക്കുന്നത് ഇസ്രായേലിലാണ്. ബാക്കി 53% യഹൂദർ താമസിക്കുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലാണ്. ഇസ്രായേലിലെ ജനസംഖ്യ ഈ വരുന്ന വർഷങ്ങളിൽ തന്നെ 10 ദശലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. മറ്റൊരു കണക്ക് ഇസ്രായേലിൽ 2,50,000-ലധികം അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ്. ഇതിൽ ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്തിനു പറയുന്നു, നമ്മുടെ നാട്ടിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നും വിശുദ്ധനാട് തീർത്ഥാടകരായി വന്ന് ഇവിടെ അനധികൃതമായി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇസ്രായേലിലേക്ക് അംഗീകൃത വർക്ക് പെർമിറ്റുകൾ എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളുള്ള ഇസ്രായേലിൽ തുച്ഛമായ പണം കൊടുത്ത് നാട് കാണാൻ ഇസ്രായേലിലെത്തി അനധികൃതമായി ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ഇന്ത്യക്കാര് ഉള്ള സ്ഥലമാണ്. എന്തായാലും അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതായാലും ഇസ്രായേലിൽ താമസിക്കുന്ന ഇസ്രായേൽ പൗരന്മാരായ ജൂതന്മാരും അറബ്സും ഉൾപ്പെടെ 90% ആളുകളും അവരുടെ ജീവിതത്തിൽ സംതൃപ്തരാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അത് നമ്മൾ ഇസ്രായേലിൽ ജീവിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യവുമാണ്. ഞാൻ ഡെയിലി ലൈഫിൽ ഇസ്രായേലിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അത് യഹൂദർ മാത്രമല്ല, കച്ചവട സ്ഥാപനങ്ങൾ, ടാക്സി മേഖലകളിൽ കൂടുതലും ജോലി ചെയ്യുന്നത് അറബ്സ് ആണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ കൂടുതലും യഹൂദരോടൊപ്പം അറബികളും ജോലി ചെയ്യുന്നുണ്ട്. ഉയർന്ന ജീവിത നിലവാരമാണ് ഇസ്രായേൽ പൗരന്മാർ നമ്മളെയൊക്കെ അപേക്ഷിച്ച് അനുഭവിച്ച് പോരുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇസ്രായേലിൽ മതസ്വാതന്ത്ര്യമുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഞാൻ പറയും 100% മതസ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇഷ്ടമുള്ള പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുവാനും അത് പിന്തുടരുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹിദൂഷ് എന്ന NGO നടത്തിയ സർവേയിൽ. ഇത് 2019 ഈ സർവേ നടന്നത്. ഇതിൽ 58% യഹൂദർ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതേപ്പറ്റി സംസാരിച്ചിരുന്നു. പുതുതലമുറയിലെ ആളുകൾ ഏതാണ്ട് ഭൂരിഭാഗവും ജന്മം കൊണ്ട് യഹൂദരാണെങ്കിലും മതവിശ്വാസം ഫോളോ ചെയ്യാത്തവരാണെന്നായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ വിശ്വസിക്കുവാനും വിശ്വസിക്കാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇസ്രായേലിലുണ്ട്. നീ ഇന്നത് കഴിക്കണം, നീ ഇന്നത് ധരിക്കണം എന്നുള്ള കാടൻ നിയമങ്ങളൊന്നും ഇസ്രായേലിൽ ഇല്ല. പിന്നെ യഹൂദരുടെ പാരമ്പര്യ നിയമമായ കോഷർ പോലുള്ള യഹൂദ നിയമങ്ങൾ അത് പാലിക്കേണ്ടവർക്ക് പാലിക്കാം, അല്ലാത്തവർക്ക് അതൊന്നും ഇസ്രായേലിൽ ബാധകമേ അല്ല. നമ്മൾ ഇസ്രായേലിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സിനഗോഗുകളും മോസ്കുകളും ക്രിസ്ത്യൻ പള്ളികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ഗവൺമെന്റിന്റെ പുരാവസ്തു വകുപ്പിന്റെയും കത്തോലിക്ക സഭയുടെയും ഗ്രീക്ക് ഓർത്തഡോക്സ്, റഷ്യൻ ഓർത്തഡോക്സ് സഭകളുടെയും ഒക്കെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഹോളി സൈറ്റുകൾ, അതായത് യഹൂദരുടെയും ക്രൈസ്തവരുടെയും പാരമ്പര്യങ്ങളിൽ പറയുന്ന പുണ്യ സ്ഥലങ്ങൾ കാണാനും പ്രാർത്ഥിക്കുവാനും ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിൽ എത്തിച്ചേരുന്നത്. ഹോളി ലാൻഡ് തീർത്ഥാടനം ഇസ്രായേൽ ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. ജെറുസലേമിലും ടെൽ അവീവിലും ബെർഷേവായിലും ഹൈഫയിലും നസറത്തിലും അങ്ങനെ
ഇസ്രായേലിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബൈബിളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹോളി സൈറ്റുകൾ നമുക്ക് സന്ദർശിക്കാൻ കഴിയും. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു തടസ്സവും ഇസ്രായേലിലില്ല. ഉദാഹരണം, മലയാളികൾ ഓണം ആഘോഷിക്കാറുണ്ട്. മറ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ അവരുടെ ആഘോഷ പരിപാടികൾ വളരെ ഹാപ്പിയായിട്ട് വളരെ ആഘോഷപൂർവ്വം നടത്താറുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ ആഘോഷങ്ങളും ഇസ്രായേലിൽ നടത്തിപ്പോരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ക്രിസ്തുമസിന് മുന്നോടിയായി ഇസ്രായേലിലെ ഇന്ത്യൻ ചാപ്ലൻസി, ഇന്ത്യൻ സമൂഹം നടത്തുന്ന ഒരു പദയാത്രയാണ്. ജെറുസലേമിലെ ഓൾഡ് സിറ്റിയിലെ ജാഫ കവാടത്തിൽ നിന്നും ആരംഭിച്ച് യേശുവിന്റെ ജന്മ സ്ഥലമായ ബെത്ലഹേമിലെ നേറ്റിവിറ്റി പള്ളിയിലേക്ക് നടക്കുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പദയാത്രയുണ്ട്. അതൊരു വലിയ സംഭവമാണ്. ഇസ്രായേലിന്റെ പാലസ്തീന്റെയും ബോർഡർ ക്രോസ് ചെയ്താണ് ഈ പദയാത്ര ബെത്ലഹേം പട്ടണത്തിലേക്ക് എത്തിച്ചേരുന്നത്. തികച്ചും പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു പറയേണ്ടത് മുസ്ലിം മതവിഭാഗത്തിന്റെ മക്ക കഴിഞ്ഞാൽ പിന്നെയുള്ള അവരുടെ ഏറ്റവും വലിയ മോസ്ക് ഇസ്രായേലിലെ ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന അൽ അക്സ മോസ്കിലേക്ക് ആയിരങ്ങളാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും എത്തിച്ചേരുന്നത്. നമ്മൾ പറഞ്ഞു വന്നത്, ഇസ്രായേൽ എന്ന രാജ്യത്ത് മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പ്രവർത്തിക്കുവാനും അവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും അത് പ്രഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റു മതങ്ങളെയും അവയുടെ തത്വസംഹിതകളെയും അവജ്ഞയോടെ യഹൂദർ കാണുന്നില്ല. പിന്നെ എല്ലായിടത്തും ഉള്ളതുപോലെ ചില കൃമികൾ ഇവിടെയും ഉണ്ടാകാം, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ഭൂരിപക്ഷവും യഹൂദർ മറ്റുള്ളവരെ അംഗീകരിക്കാനും ആദരിക്കാനും സഹായിക്കാനും മനസ്സുള്ളവരാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ കൂടുതലും അങ്ങനെയുള്ള ആളുകളെയാണ്. നന്ദി. പുതിയ വിഷയമായിട്ട് വിഷൻ ആൻഡ് മിഷനിൽ വീണ്ടും കാണാം.